ഇവിടേക്ക് കയറി വന്നപ്പോൾ ഈ ഇത്രയും പ്രൗഢഗംഭീരമായി ഈ അറേഞ്ച്മെൻറ്റ്സും വലിയ ബിഗ് ലൈനറേ സൗണ്ട് സിസ്റ്റംസ്, മനോഹരമായ ബോർഡ്, ഇത്രയും നിറഞ്ഞിരിക്കുന്ന ടീച്ചേഴ്സ്. ശരിക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇരിഞ്ഞാലക്കുട രൂപതയുടെ അടുത്ത ജനറേഷൻ സേഫാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എനിക്ക് മെനിഞ്ഞാതാണ് ഇത് പറ്റിയത്. മെനിഞ്ഞാതാണ് ഞാൻ സ്കൂട്ടറിൽ ഞാൻ ഒരു കാറിൻ്റെ ബാക്കിൽ ചെന്നിരിച്ച് ഞാനൊന്ന് വീണ് കയ്യോ എൽബോ പൊട്ടി. അപ്പോൾ ഞാൻ ഇവരോട് വിളിച്ച് പറഞ്ഞില്ല, ചോദിച്ചതിനോടൊന്നും ഞാനിത് വിളിച്ച് പറഞ്ഞില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ടെൻഷൻ തിരിച്ചോളൂ, ഞാനിത് 2 ദിവസം ഉള്ളതെന്ന് കയറി ഇത് ക്യാൻസൽ ചെയ്താൽ ഞാൻ അഡ്രസ് ചെയ്യാൻ പോകുന്ന മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ ഒരു വർഷത്തിലെ 52 ഞായറാഴ്ചയിൽ അടുത്ത ജനറേഷനെ ബോൾഡ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച് വലിയ കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കുന്ന മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഒഴിവൊഴിവും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്കിത്തിരി വേദനയ്ക്കൊട്ട് ഞാനിവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക് ദൈവസേവനത്തിൽ അത്രയും വിലയുണ്ടെന്ന് ഇവിടെ ഏറ്റുപറയുകയും ചെയ്യുക. ഇനി എനിക്ക് അധികം സമയം തന്നിട്ടില്ല, 40 മിനിറ്റ് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മുടെ ഈ ചോദ്യങ്ങളിലേക്ക് കയറാണ്. ഓൾറെഡി ഇവരെയൊക്കെ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഓൾറെഡി ഞാൻ ഡോക്ടർ സിഗ്നോനെ പരിചയപ്പെടുത്തൊന്നും വേണ്ട, പക്ഷേ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴും യൂറോപ്പിൽ ചെല്ലുമ്പോഴും ഗർഭിണികളായ മനുഷ്യരെ കണ്ടാൽ ഞാൻ കേരളത്തിലാന്ന് പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നൊരു പേരാണ് ഡോക്ടർ ഫിറ്റോ. അത്രയ്ക്ക് വിശ്വപ്രസിദ്ധനായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അസറ്റാണെന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കുന്നത്. ഫിറ്റോ ആണ് നമ്മളോടൊക്കെ ഉള്ള ആദ്യത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തി റീനോ ഇരിഞ്ഞാലക്കുടയിലേക്ക് വിവാഹം ചെയ്യുന്ന വന്ന വ്യക്തിയാണ്. പിന്നെ NNM കഴിഞ്ഞ് ഇന്ന് ആ പ്രൊഫഷനേക്കാളും വലിയതായിട്ട് 6ാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക കമ്മിറ്റ്മെൻറ്റ് ലൈഫിനെടുത്ത ഒരു 15 വർഷം കാറ്റഗസൽ എക്സ്പീരിയൻസ് ഉള്ള, നേച്ചറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള റീനോ ഒരു വലിയ മീഡിയം മരിയ ഒക്കെ എല്ലാവർക്കും ഡോക്ടർ റെജുവിനെ അറിയാമെന്ന് വിചാരിക്കും. ഡോക്ടർ റെജു ഒരുങ്ങി പോട്ടത് തന്നെ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ സോണിയ, അവരുടെ മൂത്ത മകളാണ്. ഒരു പ്രോ ലൈഫ് ഫാമിലി എന്നാണ്. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഫോണിൽ കൂടെ വിളിച്ചു, മരിയ എന്തായിരിക്കും ചോദിക്കുന്നത്. ആ കൺവിക്ഷൻ എത്തിയിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അതിപ്പോൾ പറയുന്നില്ല. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മരിയ ഓൺസൺ. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലിനോനോട്. കാരണം നിറവയറുമായി പ്രസവിക്കാനിനി ഏതാനും ദിവസങ്ങൾ ബാക്കിയിരിക്കുമ്പോൾ നിറവയറുമായി ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് കാറ്റഗിസം ടീച്ചറായിരുന്ന സമയത്ത് ആദ്യ മാസം മുതൽ 10ാമത്തെ മാസം വരെ അപ്പോൾ നിറവയറുമായി കാറ്റഗിസം പഠിപ്പിച്ച ഒരാളാണ്. അതിനൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ ധരിക്കാമോ? ഈശോയ്ക്ക് നന്ദി. പക്ഷേ ഇന്ത്യയായിട്ടും പറയുന്ന എപ്പിസോഡ് എൻ്റെ 5th ബേബിയാണ്. എൻ്റെ 5ാമത്തെ ബാബേനെ എനിക്ക് കിട്ടുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് ഒരു 4-5 വർഷത്തെ ചോദ്യം, ആക്റ്റീവ് ചോദ്യം, അതിന് മുമ്പ് പാസീവ് ചോദ്യം, പക്ഷേ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു തരാമോ ചോദ്യത്തിന് ശേഷമാണ് ഈശോ എനിക്ക് തരുന്നത്. അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 9ാം ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെടുപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് 9ാം ക്ലാസ്സിൻ്റെ കാറ്റഗിസം ടീച്ചർ ആവുകയും വേണം, ബേബിയിലേക്ക് കിട്ടണം. ഇത് രണ്ടും കർത്താവ് അതുപോലെ തന്നെ മിറക്കിൾസ്ലി കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം 9ാം ക്ലാസ്സിൽ സിസ്റ്റത്തെ പെട്ടെന്ന് പോകേണ്ടി വന്നു. 9ാം ക്ലാസ്സും തന്നു. ഒപ്പം തന്നെ എനിക്ക് തോന്നി ബേബീനെ തരും, അങ്ങനെ ബേബീനെ തന്നു. അപ്പം ജൂൺ മുതൽ എൻ്റെ ഡേറ്റ് എനിക്ക് നീവറിന് പോലും അങ്ങനെ ഏറിയത് കറക്റ്റ് കാറ്റഗിസം പരീക്ഷയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കറക്റ്റ് തന്നു, പേപ്പർ കൊടുത്തു, പിന്നെ തഴച്ച പ്രസവിച്ചു, അങ്ങനെയല്ലേ. അപ്പോൾ ഒരു വലിയ മനോഹരം. ഇതുപോലെ ഇതിന് വേറെ വ്യക്തികൾ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് അപ്പം ജൂൺ മുതൽ തന്നെ ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് ബൈബിൾ കൊണ്ട് വരും. 139 സങ്കീർത്തനം ടീച്ചർ ക്യാരി ആണ്. ടീച്ചർക്ക് ജീസസ് ഒരു ബേബീനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഒന്നും അറിയത്തില്ല, അത് പല സമയത്ത് കാണില്ല. അപ്പം ഞാൻ പറയും അവിടുമാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്നെ മെരഞ്ഞു. ഞാനാണ് ഈ സ്ഥിതിക്കുന്നത് അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ പ്രവർത്തികളുടെ അത്ഭുതങ്ങളുമാണ്, എനിക്കത് നന്നായി അറിയാം.
അപ്പോൾ ഞാനിങ്ങനെ പറയും, നിങ്ങൾ കൊച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലോകത്തിന് മനസ്സിലാവും. പക്ഷെ അതിന് മുമ്പ് ടീച്ചർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ദൈവനാഥൻ ഹെവി വർക്കിലാണ്. ആ ബേബീനെ രൂപപ്പെടുത്തുന്ന ഭയങ്കര അതിസങ്കീർണമായ പ്രക്രിയയിലൂടെ ഇപ്പം ബേബിയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം അവർ ആ ഒരു 14 years 15 years ആ ഒരു ടൈമല്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം. ടെക്സ്റ്റ് ബുക്കൊക്കെ അതിനെക്കാട്ടും വലിയ കൗതുകമാണ് ഈ ബയോളജിയും തിയോളജിയും ഒക്കെ കൂടി പറയുമ്പോൾ. അപ്പോൾ അവരിങ്ങനെ വലിയ കാര്യമായിട്ട് കേട്ടിരിക്കും. അങ്ങനെ വീക്സ് പ്രോഗ്രസ് ചെയ്തു. 4th month 5th month ഒക്കെ ആകുമ്പോഴേക്കും ശരിക്കും കാണാൻ പാകത്തിനായി. അപ്പോഴൊക്കെ ഞാൻ ഇത് തന്നെ പറയും. അങ്ങനെ പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെയാണെങ്കിൽ കാണാൻ മാത്രം വയറും ഉണ്ട്. എന്നിട്ട് ഇവരെ ഞാൻ വാവ പുറത്ത് വന്നു. അപ്പോൾ ഇവരെനിക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ തന്നു കേട്ടോ. ഇത് ബേബി ഷവറൊക്കെ പോലെ ഭയങ്കര രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മാമോദീസയുടെ സമയത്തും ഞാൻ ഇവരെ വിളിച്ചു. മാമോദീസയ്ക്കല്ല, ഗസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് മാത്രം ഒരു സമയം കൊടുത്തു. അവരെല്ലാവരും വന്നു. ഞാൻ ശരിക്കും അന്തം വിട്ടു. കാരണം അത് വെക്കേഷൻ്റെ ആ ഒരു ടൈമാണ്, ഒരുത്തനെയും വിളിച്ചാൽ കിട്ടൂല. പക്ഷേ എല്ലാവരും ആ ബാച്ച് മൊത്തം വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദേ ഈ സംഭവമാണ് ഒളിച്ചിരുന്നത്. നമ്മൾ ജൂൺ മുതൽ ധ്യാനിച്ച ദൈവം വാർത്തെടുത്ത ആ സംഭവമേ ഇവനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോസഫിനെ കാണിച്ചു കൊടുത്ത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവർ ഭാവിയിൽ അവർ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളാവുന്ന സമയത്ത് അവർ ഈ ജൈവികമായിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് ഈ എപ്പിസോഡിനോട് മൊത്തം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു അനുധാവനം പറ്റി ദൈവം അങ്ങനെ ക്രമീകരിച്ചു എന്നുള്ളതിൻ്റെ. താങ്ക് യു. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, റീനുവിൻ്റെ ആ ബാച്ചിൽ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും പ്രോ ലൈഫായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന്. എനിവേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. റീനു, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഫിൻഡോ, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു ഡോക്ടർ ആവുക, അതിനുശേഷം പൈസ ഉണ്ടാക്കുക, ഗ്രോ ചെയ്യുക, കരിയറിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരു സ്മോളർ ആശുപത്രിയിൽ നിന്ന് ഒരു ബിഗർ ആശുപത്രിയിലേക്ക് മാറുക, അങ്ങനെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു കുഴിക്കാട്ടുശ്ശേരിയിൽ ആ ഒരു ഹോസ്പിറ്റലിൽ കരിയർ ഒരു ബേസിൽ നിന്ന് തുടങ്ങി ഇപ്പോഴും ആയിരങ്ങൾക്ക് വലിയ അഭയമായിട്ട് അവിടെ ഫിൻഡോ വസിക്കുന്നു. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, അതിൻ്റെ പുറകിൽ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. അല്ലാതെ ഒരിക്കലും അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. കുടുംബത്തിൽ നിന്നായിരിക്കാം, അത് എവിടെ നിന്നാണ് അങ്ങനെ ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഫിൻഡോയുടെ ഉള്ളിൽ രൂപപ്പെട്ടത്? ഒരുപക്ഷെ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫോർമേഷൻ, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫോർമേഷൻ ഞാൻ അതിനോട് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ചെയ്താൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും സമാധാനവും എനിക്ക് ലഭിക്കുള്ളൂ എന്നുള്ളൊരു ഫോർമേഷൻ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. അത് എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിലും ദൈവാനുഗ്രഹിച്ച് ഓരോ ഫേസിലും കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാത്തലിക് ഫെയ്ത്തിൽ പ്രോപ്പറായിട്ട് ഫോംഡായിട്ട് വരാനും, അതുപോലെ തന്നെ മുതിർന്നതിന് ശേഷമായാലും എൻ്റെ പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്ന സമയത്തായാലും സ്പെഷ്യലൈസേഷൻ്റെ സമയത്തായാലും എല്ലാം അതേ ഒരു ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫെയ്ത്ത് ഫോർമേഷൻ ബേസിക്കലി ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹോം. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നമ്മുടെ ഇടവകയിൽ നമ്മുടെ മതബോധന രംഗത്ത് നിന്ന് എല്ലാം ഇതിങ്ങനെ പതുക്കനെ ബിൽഡ് ചെയ്ത് നമ്മൾ ഒരു റാഷണൽ തിങ്കിങ്ങിൻ്റെ പ്രായമാകുമ്പോൾ, ഒരു പക്ഷേ 14 വയസ്സ് 16 വയസ്സ് കാലഘട്ടത്തിലേക്ക് ആകുമ്പോഴേക്കും നമ്മൾ റാഷണൽ തിങ്കിങ്ങിലേക്ക് വരും. നമ്മൾ തന്നെ ചോദ്യം ചോദിക്കാനും ഉത്തരം കണ്ടുപിടിക്കാനും ശ്രമിക്കും. അവിടെ ഒരു ദൈവിക അനുഭവത്തിലേക്ക്. അപ്പോൾ ഈ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഞാൻ എൻ്റെ ജീവിതത്തിനെ ബിൽഡ് ചെയ്യാനായിട്ട്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയി കഴിഞ്ഞാലൊന്നും എനിക്കൊരു റിയൽ ഹാപ്പിനെസ് എനിക്ക് ലഭിക്കില്ല എന്നുള്ളൊരു ഫോർമേഷനും ആ ബോധ്യവും ആ ഒരു ദൈവാനുഭവമാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഇടയായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് അവൻ്റെ കുടുംബം തന്നെയാണ്, അല്ലേ? ആണോ? ഈ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്പിരിച്വൽ ഫോർമേഷനെ കോംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമാണ് ഒരു കാറ്റഗിസം ടീച്ചറിനുള്ളത്. ഒരുപക്ഷെ ഒരു കുഞ്ഞ് കാറ്റഗിസം ക്ലാസ്സിൽ ഇത്തിരി ഉഴപ്പനായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്നവളായിരിക്കാം, ക്രിസ്ത്യൻ വാല്യൂസ് മനസ്സിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ മറുതലിക്കുന്നവരായിരിക്കാം.
അവർക്കൊരിക്കലും ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ നോളജ് അവർക്ക് ഉത്തരം ആവില്ല. കാരണം അത് ഇപ്പോൾ ഒരു വാക്ക് ഡോക്ടർ ഫിൻഡോ പറഞ്ഞു, അനുഭവമാണ്. അതായത് വിശ്വാസം അനുഭവമായി തീരുന്ന ഒരവസ്ഥ. ഒരു കാറ്റഗിസം ടീച്ചറിന് സ്വപ്നം കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അക്കംപ്ലിഷ്മെൻ്റ് അത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിപ്പിക്കുന്നതിനപ്പുറത്ത് പേഴ്സണലി എൻ്റെ സ്റ്റുഡൻറ്റിനെ എനിക്ക് എങ്ങനെ അനുധാവനം ചെയ്യാം, എനിക്ക് എങ്ങനെ അവരോടൊപ്പം ജേർണി ചെയ്യാം എന്ന് നമ്മൾ എടുക്കുന്ന ചില ത്യാഗവും ചില സാക്രിഫൈസും ഒക്കെയാണ് അടുത്ത ലെവലിലേക്ക് ഈ കുഞ്ഞിനെ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വളർത്തുന്നത്. തീർച്ചയാണ് അതാണ് ഫിൻഡോ പറയാൻ ശ്രമിച്ചതും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന നറീഷ്മെൻറ്റ്, ഇപ്പോൾ ഫിൻഡോയ്ക്ക് ഭാഗ്യവശാൽ നല്ലൊരു നറീഷ്മെൻറ്റ് കിട്ടി. എല്ലാവർക്കും അങ്ങനെയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കറിയാം ഈ ലോകം പലവിധ സമ്മിശ്ര മനുഷ്യരാൽ ആയിട്ടുള്ളൊരു ലോകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസ്, എനിക്ക് പേഴ്സണലി പാരൻസ് വളരെ മോശം വാല്യൂ സിസ്റ്റത്തിൽ കടന്നു പോകുന്ന വ്യക്തികൾ. പക്ഷെ കുട്ടിക്ക് നന്നാവണം, എവിടെ പോകണമെന്ന് അറിയില്ല. പേഴ്സണലി എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിച്ച കുട്ടികളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ വരിക ഇപ്പോൾ ഇത് ഷെയർ ചെയ്തപ്പോൾ. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഒരു അസൈലം ഒരു കാറ്റഗിസം ടീച്ചറായിരിക്കാം. അതുകൊണ്ട് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഒരു അനുഭവമായിട്ട് മാറുക. അതായിരുന്നു ഒരു ആകെത്തുക ഡോക്ടർ ഫിൻഡോ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജെൻസി എന്ന് വിളിക്കാമല്ലോ അല്ലേ മരിയനെ. ജെൻസിക്ക് എന്താണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. മരിയയുടെ ഇതുപോലെ തന്നെ ഭാഗ്യവശാൽ നല്ലൊരു കാത്തലിക് ഫാമിലിയിലാണ് മരിയ ജനിച്ച് വളർന്നത്. അതോടൊപ്പം തന്നെ നല്ല ഒരു കാറ്റഗിസം ഒരു ബാക്ക്ഗ്രൗണ്ടും മരിയയ്ക്ക് കിട്ടി. എങ്ങനെയാണ് ഇപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ് ഈ കാലഘട്ടത്തിൽ അറിയാം, പലവിധ റെസ്പോൺസുകളുള്ളൊരു സമൂഹത്തിലാണ് ഒരു കുട്ടി വളരുന്നത്. നമ്മളെക്കാളും ചലഞ്ചിങ് ഈ കാലഘട്ടത്തിലെ കുട്ടികളെ ഇത്തിരി എന്താ പറയുക ഡീവാല്യൂ ചെയ്ത് സംസാരിക്കുന്ന അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയും, നമ്മുടെ ചെറുപ്പകാലത്തിൽ മൊബൈലില്ല, നമ്മുടെ ചെറുപ്പകാലത്ത് ഇൻ്റർനെറ്റ് ഇല്ല, നമ്മുടെ ചെറുപ്പകാലത്ത് വേറെ പല കാര്യങ്ങളും, ഇന്ന് മക്കളെ ദുഷിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അന്നില്ല. പക്ഷേ ഇന്ന് അവരുടെ ജീവിതത്തിൽ അതെല്ലാം ലഭ്യമാണ്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ചലഞ്ചസ് കൂടും, ഒരു സംശയം അതിനകത്ത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ മരിയയ്ക്ക് പറയാനുള്ളത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം. കാറ്റഗിസത്തിലൂടെ എന്താണ് മരിയ നേടിയത്? ഇപ്പോൾ ശിശിരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ടീനേജ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പിയർ പ്രഷർ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് കാറ്റഗിസം എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ നമുക്ക് എപ്പോഴും 2 ചോയ്സ് തരുന്നുണ്ട്, ശരിയോ തെറ്റോ. അപ്പോൾ നമ്മൾ വചനത്തിലൂടെ കാണുന്ന പോലെ ഈശോ പറയാണ്, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വഴിയിൽ കൂടെ പോകണം എന്നുള്ളത്. അപ്പോൾ എനിക്കെപ്പോഴും കാറ്റഗിസവും അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡ് വചനം വായിച്ചു തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ വചനം പഠിച്ചു തുടങ്ങിയപ്പോഴും എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡിസിഷൻസ് എടുക്കാൻ വളരെ എളുപ്പമായി തുടങ്ങി. അല്ലെങ്കിൽ ഈശോ എന്നോട് നേരിട്ട് ഈശോയുടെ ഒച്ച ഞാൻ കേട്ടിട്ടില്ലെങ്കിലും ഈശോ എന്നോട് വചനത്തിലൂടെ സംസാരിച്ച് തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്താനുള്ളതാവണം, തളർത്താനുള്ളതാവരുത്. ദാറ്റ് മീൻസ് ലൈക്ക് അവരിപ്പോൾ ഈ പിയർ പ്രഷറിൽ ഏറ്റവും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്യാങ് ഇപ്പോൾ ചിലർ ഭയങ്കര പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാങ്ങിൽ ഇങ്ങനെ എന്താ പറയുക ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ഓക്കെ നമുക്ക് ലെറ്റ്സ് ഡു ഡ്രഗ്സ്, അല്ലെങ്കിൽ നമുക്ക് കള്ളു കുടിക്കാം, അല്ലെങ്കിൽ അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടെ പോകുന്നത് ആ ഒരു ഗ്യാങ്ങിലോട്ട് ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പിയർ പ്രഷർ എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ്, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്രണ്ട്സ് ആരെന്ത് ചെയ്താലും എനിക്കത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് തെറ്റാണ്. അതിപ്പോൾ ഐ ഡോണ്ട് കെയർ അവരിപ്പോൾ എന്നെ ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയോ ആ ഒരു ബോധ്യം എനിക്കുണ്ട്. ലൈക്ക് ഏതാണ് ഡിസിഷൻ എടുക്കുക, എന്ത് ഡിസിഷനാണോ ശരിയോ തെറ്റോ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് അവിടെ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് കാറ്റഗിസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബോധ്യം. അതുപോലെ തന്നെ ഈശോയെ പണ്ട് എന്നെ സംബന്ധിച്ച് കാറ്റഗിസം എന്ന് പറഞ്ഞാൽ കുറേ
സമ്മാനം വാങ്ങിക്കുക, അല്ലെങ്കിൽ എല്ലാ 1ാം ക്ലാസ് മുതൽ ഞാൻ കുറേ ഫസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എന്താ പറയുക, ഈ പഠിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലായി തുടങ്ങിയത് എൻ്റെ ലൈഫിൽ ഈശോ ഇങ്ങനെ ചെറിയ ചെറിയ സഹനങ്ങൾ അനുവദിച്ചു തുടങ്ങിയപ്പോഴാണ്. അപ്പോഴൊക്കെ നമുക്കറിയാം, നമ്മൾ കാറ്റീസ്, നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ മുസ്ലിംസിന് അല്ലെങ്കിൽ ഹിന്ദുസിനെ നോക്കാമെന്ന് വിചാരിക്കാം. അവർക്ക് മുസ്ലിംസൊക്കെ അവർ നമ്മളെക്കാളും കൂടുതൽ നോമ്പും കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടാ, ദാറ്റ് മീൻസ് ലൈക്ക് അവർ ചെയ്യുന്നതൊന്നും ഒരു കാര്യമില്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈശോയെ ജീവിക്കുന്ന, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയെ, നമുക്ക് വേണ്ടി നിൽക്കുന്ന ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ വേർഷിപ്പ് ചെയ്യുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ജീവിക്കുന്ന ഈശോയുടെ അടുത്താണ്. അപ്പം നമുക്കറിയാലോ, ലൈക്ക് അവർക്ക് അറിഞ്ഞൂടെ. ഇപ്പം ഈവൻ ഹിന്ദുസുകളായാലും ഇവർ ശബരിമല പോവുകയും അവിടെ പോവുകയും അതൊക്കെ അവർ ചെയ്യുന്നത് അവരുടെ പാപങ്ങൾക്ക് ഇതായിട്ടാണ്. പക്ഷെ ഈശോ നമ്മുടെ കുംഭസാരത്തിലൂടെ നമ്മൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഈശോ വീണ്ടും വീണ്ടും നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഒരു സംഭവം, ഐ മീൻ ലൈക്ക് എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കാനും അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഇഷ്ടം പോലെ പറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. അത് ഈ ഫെബ്രുവരിയിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, എനിക്ക് ഫുൾ പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ ബാക്കിയുള്ളവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ എടുക്കും. മീൻസ് ലൈക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതിപ്പോൾ എനിക്ക് എത്രമാത്രം പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് എൻ്റെ പ്രശ്നമായിട്ട് എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ ലൈക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവർ എൻ്റെ ജൂനിയേഴ്സാണ്. ഒരു ബോയ്സിൻ്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 11th 12th ആ സമയത്ത് ഞങ്ങൾ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും, ഇപ്പം സ്കൂളിൽ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ പരിപാടികളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഈ ഗ്യാങ്ങിലുള്ള 2 പേരായിട്ട് ഞാൻ സംസാരിച്ച് കമ്പനി ചെയ്യും. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കും, പള്ളി പോകാറുണ്ടോ, അല്ലെങ്കിൽ 2 ക്രിസ്ത്യൻസാണ്, പള്ളി പോകാറുണ്ടോ, കുമ്പസാരിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അവരോട്. അപ്പോൾ അതിലൊരാൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിലൊരാൾ ലാറ്റിനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ലൈക്ക് ഇപ്പം ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ധ്യാനത്തിനും അങ്ങനെ വചനം വായിച്ചിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അവർക്ക് അവിടെ ഇങ്ങനെ ലാറ്റിനിലൊന്നും അധികം ധ്യാനമോ അങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനോട് ഞാൻ ലൈക്ക് ഈശോനെ കുറിച്ച് എനിക്കറിയാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇവനൊന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര ഈസി ആയിട്ട് ഞാൻ ഈശോനെ കുറിച്ച് പറയാറുണ്ട് ഇവരെ 2 പേരെയും കുറിച്ചും. അപ്പം അങ്ങനെ ഇവരെല്ലാ കാര്യവും ഇവർ പറയാറുണ്ട്. അങ്ങനെ എന്നോട് എല്ലാ കാര്യവും പറയാറുണ്ട്, ഇങ്ങനെ ഓക്കെ ഇങ്ങനെ നടന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവർ 2 പേരെയും എന്നും ബിന്നും എടുക്കാം. അപ്പോൾ എന്റെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പം അങ്ങനെ ബിയും അവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ആ പള്ളിയിൽ അവൻ്റെ പള്ളിയിൽ പോയി. അങ്ങനെ ഇവൻ്റെ എന്താ പറയുക, ഇവൻ്റെ വീട്ടിൽ പോയി. എൻ്റെ പള്ളിയിലായിരുന്നു പെരുന്നാൾ. അങ്ങനെ ബിയും ഗ്യാങ് മൊത്തം അവൻ്റെ എൻ്റെ വീട്ടിൽ പോയി. അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ കള്ളു കുടിക്കണയും പുക വലിക്കുന്ന ആൾക്കാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് എന്താ പറയുക ഭയങ്കര വെറുപ്പാണെന്ന് അവർക്കറിയാം. അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ബി ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ +1 പഠിക്കുന്ന പിള്ളേരാട്ടാ. അപ്പോൾ പക്ഷേ ഇവനൊരു പെഗ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആടാ നീ കുടിക്കടാ. അപ്പോൾ പറഞ്ഞു ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം അതാ പറഞ്ഞത്, അവൻ ആ പിയർ പ്രഷർ കാരണം അവൻ അപ്പോഴും ഈശോ ഫ്രണ്ടിന് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ തെറ്റ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ കുടിക്കുക, അല്ലെങ്കിൽ കുടിക്കാണ്ടിരിക്കുക. പക്ഷെ അവൻ അവസാനം അവൻ്റെ എന്താണ് സാത്താൻ പറയണ പോലെ പോയി. പാവം മാലൊക്കെ വിഷമിച്ചു എന്ന് പറയാം നമുക്ക്. അപ്പം അങ്ങനെ അവസാനം അവൻ ഒരു പെഗ് കുടിച്ചു. അങ്ങനെ വീട്ടിൽ വന്നവൻ ആദ്യമായിട്ടാണ് കള്ളു കുടിക്കണം കേട്ടാ, ബി. അപ്പോൾ അവൻ ആദ്യമായിട്ട് കള്ളു കുടിക്കണം. അങ്ങനെ അവൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഛർദ്ദിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളുടെ 12th ഗ്രേഡേഴ്സിൻ്റെ കുർബാനയും അങ്ങനെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസം ഞാൻ 14 വർഷമായിട്ട് ഒരു സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പോവാൻ. പിന്നെ സന്തോഷമുണ്ട്, വിഷമമുണ്ട്. കാരണം കുർബാനയ്ക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുർബാനയ്ക്ക് ശേഷം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവന്മാർ 2 പേരും എൻ്റെ ക്ലാസ്സിൻ്റെ പുറത്തിങ്ങനെ നിൽക്കാം. അപ്പം ഞങ്ങളുടെ ക്ലാസ് അടുത്തട്ടാ, ഇവർ 11 ഞാൻ 12.
അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ ക്ലാസ്സിന് പുറത്ത് വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇവർക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറയാനുള്ളത്, കാരണം ഇവരിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ കള്ള് കുടിച്ചു എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്, ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ഈശോനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതൊക്കെ ഇവർ ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട്, ലൈക്ക് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവനങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം അവൻ ബി ആണ് പറഞ്ഞത് എന്നോട്. അപ്പം അവൻ്റെ കണ്ണ് നിറയണത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി അവന് പാപബോധമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കുറ്റബോധമല്ല, പാപബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് എന്നോട് സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങളുടെ ക്ലാസ് അതോടെ തീർന്നു ആ ദിവസം. പിന്നെ 2-3 ആഴ്ചകൾക്ക് ശേഷം ഞാൻ എക്സാമിന് വന്നു സ്കൂളിലോട്ട്, ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി. അതിനുശേഷം ബോർഡ് എക്സാം തീർന്ന് പോണ സമയത്ത് ഇവർ രണ്ടുപേരും വീണ്ടും നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ആ സമയത്ത് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഞങ്ങൾ ദണ്ഡവിമോചനവും സ്വീകരിച്ചിട്ട് ദണ്ഡവിമോചനത്തിൻ്റെ പ്രാർത്ഥനയും കൂടി സ്വീകരിച്ചിട്ടാണ് പോയതെന്നാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഞെട്ടി നിൽക്കാതിപ്പന്മാരാ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാനിന്ന് കരയായിരുന്നു. അപ്പം അവർ ഞങ്ങളുടെ പള്ളി എലിഞ്ഞിപ്ര സെൻറ്റ് ഫ്രാൻസിസ് CG ചർച്ചിൽ വന്നിട്ട് അവർ നമ്മുടെ എന്താ പറയുക മാർപ്പാപ്പ പ്രഖ്യാപിച്ച പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ പ്രാർത്ഥനയും എല്ലാം സ്വീകരിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോയത്. പിന്നീട് അവർ കുടിച്ചിട്ടില്ല. താങ്ക് യു. എന്തിനധികം ഞാനിനി അതിനോടൊന്നും കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരുന്നു. വിശ്വാസം എന്നുള്ളത് ശരിക്കും നമുക്ക് ജീവിക്കാനുള്ളതാണ്, ഒരറിവായിട്ട് നമ്മുടെ തലയിൽ വെക്കാനുള്ളൊരു കാര്യമല്ല. ഇന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജീസസ് ഏത് കോണ്ടിനെൻറ്റിലാണ് ജനിച്ചേ? ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഏത് കോണ്ടിനെൻറ്റിലാണ് ജീസസ് ജനിച്ചേ? കേൾക്കുന്നില്ല? യൂറോപ്പല്ലേ? ഏഷ്യയിലപ്പോൾ ഈശോ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ശിഷ്യന്മാർ ഏറ്റവും അധികം ട്രാവൽ ചെയ്തത് എവിടെയാ ആദ്യ കാലഘട്ടങ്ങളിൽ? ഏഷ്യ തന്നെയാണ് അല്ലേ? ഏഷ്യൻ സഭ തഴച്ചു വളർന്നൊരു കാലഘട്ടമായിരുന്നു അത്. അതിനുശേഷം വലിയ വലിയ ആശ്രമങ്ങളും എന്താ പറയുക മോങ്ക് സ്റ്റൈലിലുള്ള സ്പിരിച്വാലിറ്റി ഭയങ്കരമായിട്ട് വ്യാപിച്ചു എന്നാണ് പറയുന്നത്. എല്ലാവരും സന്യാസിമാരിയായി ഈശോയെ ധ്യാനിച്ച് ജീവിച്ചു. ആരും പ്രഘോഷിച്ചില്ല, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ആരും പ്രഘോഷിച്ചില്ല. സഭ ചത്തൊടുങ്ങി, ഇസ്ലാം വളർന്നു, ഇസ്ലാം ഇൻവേഡ് ചെയ്തു. ഇന്ന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയും. ഈശോ ജനിച്ചത് മിഡിൽ ഈസ്റ്റിൽ, അറിയാലോ അല്ലേ? മിഡിൽ ഈസ്റ്റിൻ്റെ സിംഹഭാഗവും ഇന്ന് ഇസ്ലാമിൻ്റെ കയ്യിലാണ് അല്ലേ? ഇന്ന് ഈ കുട്ടി മരിയ നമ്മളോട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? വിശ്വാസം നമ്മുടെ തലയിൽ വയ്ക്കാനുള്ളതല്ല, മറിച്ച് അത് ജീവിച്ച് പ്രഘോഷിച്ച് അനേകരെ കൂടെ കൂട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളൊരു കാറ്റഗിസം ടീച്ചറായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് തീരുമാനിക്കാം, ഞാനൊരു നോളേജ് ഡൗൺലോഡ് മാത്രമല്ല എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇന്ന് പിതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മക്കളാരും ബൈബിൾ ഫുള്ള് വായിക്കില്ലായിരിക്കാം, ഈ നമ്മുടെ കാറ്റഗിസം കുട്ടികളൊന്നും. പക്ഷെ അവർ വായിക്കുന്നൊരു ബൈബിൾ ഒരുപക്ഷെ അവരുടെ കാറ്റഗിസം ടീച്ചറായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ മാതൃകാപരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഇതുപോലെ ഒരുപാട് മരിയമാർ ഈ ഇരിഞ്ഞാലക്കുട ഡയസിന് സ്വന്തമാവും. ഒരു വലിയ കൈയടി നമുക്ക് മരിയയ്ക്ക് കൊടുക്കാം. മരിയ, ദിസ് ഇസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ ഓൾ ഓഫ് us. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ഷെയറിങ്. അടുത്തത് വീണ്ടും ഞാൻ റീനുവിലേക്ക് തിരിച്ചു വരാം. റീനു വളരെ ശക്തമായ നിലപാടുകളുള്ള ഒരാളാട്ടോ. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഒരു നോൺ കോംപ്രമൈസിങ് പേഴ്സണാണ് വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ. എനിക്ക് അപ്പം അതുപോലെ ഈ നോ പറയാൻ ചില സമയത്ത് എനിക്കറിയാം കഠിന വിശ്വാസമുണ്ടായാലും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം എന്ന ആ കാര്യം ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഒരുപാട് പേഴ്സണാലിറ്റീസ് ഫെയ്ത്തിൽ തന്നെയുണ്ട്. ജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക്. എങ്ങനെയാണ് റീനു ഈ വിശ്വാസം ജീവിക്കാനായിട്ട് റീനുവിന് പറ്റുന്നത്? ഇത് തന്നെ ഇന്ന് നടന്നത് തന്നെ ഒരു വലിയ എക്സാമ്പിളല്ലേ? നിറവയറുമായി നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുക. ഇതതിൻ്റെ ചെറിയ വേർഷനാണ്, വലിയ വേർഷൻസ് ഒരുപാടുണ്ട്. റീനു.
എനിക്ക് ആ ചോദ്യത്തിൻ്റെ വ്യാപ്തി ഉൾക്കൊള്ളാൻ മാത്രം മെച്യൂരിറ്റി ഒന്നുമില്ല. എനിക്കങ്ങനെ ആക്ച്വലി ഷൈൻചേട്ടൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. ഞാനങ്ങനെ വലിയൊരു വാർ ഫീൽഡിലോട്ടൊന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ദൈവം കൊണ്ടുവച്ചിരിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് ഞാൻ ധ്യാനിക്കാറുണ്ട്. വെച്ചാൽ അങ്ങനെയല്ല, നമ്മളിപ്പം മരിയ പറഞ്ഞോളം തന്നെ മരിയയുടെ പ്രായത്തിലൂടെയൊക്കെ കടന്ന് പിന്നെ ക്യാമ്പസ്, അത് എറണാകുളം ലോ കോളേജിൽ ഞാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്തത് തൃശ്ശൂർ ലോ കോളേജിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിവാഹാന്തസ്സിലോട്ട് കടന്നു, മക്കളുണ്ടായി. ഈ മക്കളുടെയൊക്കെ മുമ്പിൽ നമ്മൾ ശരിക്കും തുറന്ന പുസ്തകങ്ങളാണ്. അവരിങ്ങനെ 2 10 കണ്ണും കൊണ്ട് നോക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അവരുടെ മുമ്പിൽ വിറ്റ്നസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. ഇപ്പോഴത്തെ തലമുറയുടെ മുന്നിൽ വിറ്റ്നസിങ് ലൈഫ് നയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിയർ ടു ഇമ്പോസിബിൾ ആണ്. ദൈവശക്തിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വാർ ഫീൽഡിലാണ് നടക്കുന്നത്. പിന്നെ ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ, മരിയയും പറഞ്ഞ പോലെ, നമ്മളുടെ ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് എൻ്റെ സ്കൂൾ ടൈം മുതൽ തന്നെ ഞാൻ ഒത്തിരി പബ്ലിക്കാക്കി തന്നെ ജീവിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ അശുദ്ധമായിട്ടുള്ള ജോക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് എൻ്റെ അടുത്തിട്ട് വന്നിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ വളരെ സ്റ്റേണായിട്ട് ഡീൽ ചെയ്യുന്നറിയാം. ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എവിടെ ലൈൻ വരയ്ക്കണം എന്നുള്ളത് ഞാൻ വളരെ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് കമ്പനി ഒന്നും കുറയ്ക്കൊന്നുമില്ല, നല്ല കമ്പനിയായിട്ട് തന്നെ നടക്കും. പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് എങ്ങനെയെന്ന്, ഒത്തിരി ക്ലോസും അല്ല എന്നാൽ ഒത്തിരി ഫാറും അല്ല, എവിടെ കൃത്യം എന്നുള്ള മട്ടിലേക്ക്. അത് എൻ്റെ ഒരു പോളിസി തന്നെയാണ്. നമ്മൾ ഒത്തിരി സ്നേഹത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമാണ്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നത് ഇഷ്ടമാണ്, സെലിബ്രേറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്, കൂട്ടായ്മകൾ ഇഷ്ടമാണ്. ഇതെല്ലാം സ്വർഗം സന്തോഷിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നൈർമല്യം ഉണ്ടാവണം. അവിടെ ഈശോ നോക്കി കാണുമ്പോൾ സന്തോഷിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ 100% ഉണ്ടാവണം. അത് തന്നെയാണ് ഞാൻ മക്കളോടും പറയാറുള്ളൂ. ഞാൻ ഇന്നത് വേണ്ട എന്നല്ല പറയുക. ഇന്ന സിറ്റുവേഷൻസിലോട്ട് ഞാൻ എന്താ പറയുക, അവരെ ആ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻസ് ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടൊന്നും കീറി മുറിക്കാറില്ല. ഞാൻ ബ്രോഡായിട്ടുള്ള രീതിയിൽ നമ്മളുടെ എന്താ പറയുക, കാഴ്ചപ്പാട് എന്തായിരിക്കണം, ഒരു ക്രൈസ്തവൻ്റെ കാഴ്ചപ്പാടും ജീവിതവും എങ്ങനെയായിരിക്കണം എന്നുള്ളത് മക്കളെ നോക്കി കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ ദൈവകൃപയാലേ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അമ്മയോ അപ്പ എങ്ങനെയോ അങ്ങനെ നിങ്ങൾ നോക്കുക. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ അപ്പനെ അമ്മേനെ നോക്കിയിട്ട് തന്നെയാണ്, എനിക്ക് അങ്ങനെയും ഒരു ദൈവാധീനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈരുദ്ധ്യങ്ങൾ അവർക്ക് ദർശിക്കാൻ ഇടയാവരുത്. ഒരു ഗസ്റ്റ് വന്നിട്ട് നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ്, ഗസ്റ്റ് വരുമ്പോൾ എടാ ഞാൻ കുളിക്കാമെന്ന് പറ എന്ന് പറഞ്ഞാൽ അവരുടനെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും, അമ്മ കുളിക്കാനല്ല, പക്ഷെ ഇങ്ങനെ പറയുന്നു. അതുപോലെ ആരെങ്കിലും ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ പോകുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും വയ്യ ഞാനില്ല എന്ന് പറയും. നമുക്ക് അങ്ങനെയല്ല, അവർ വരട്ടെ. അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സ് എന്താണെന്നുള്ളത് ഈ തലമുറ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ പറഞ്ഞോണം അങ്ങനത്തെ നമ്മുടെ നിലപാടുകൾ, ബേസിക്കലി നമ്മുടെ നിലപാടുകൾ ക്രൈസ്തവ സാക്ഷ്യത്തിന് ഒത്തതാകുമ്പോൾ അതിന് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയൊരു വിലയുണ്ട്, നമ്മുടെ മക്കളുടെ മുമ്പിലും വലിയൊരു വിലയുണ്ട്. അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ്. താങ്ക് യു റീനു. റിജോയ്ച്ച് എനിക്ക് ഓൾറെഡി ടൈം അപ്പ് തന്നു കഴിഞ്ഞു. ഞാൻ ആസ് വി കൺക്ലൂഡ്, ഡോക്ടർ ഫിൻഡയ്ക്കൊക്കെ ഇനിയും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, പക്ഷേ വി ഡോണ്ട് ഹാവ് ടൈം. ഞാനൊരു കാര്യം നിങ്ങളെ കൂടെ ചെയ്യിച്ചോട്ടെ? ചെയ്യിച്ചോട്ടെ? ചെയ്യാലോ അല്ലേ? എല്ലാവരും താടിയിലൊന്ന് കൈവച്ച്, ഇനി കൈ അനക്കരുതാരും. എനിക്കറിയാം 90% ആൾക്കാർ കൗളത്താ കൈവച്ചിരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ജനറേഷൻ വാച്ച് ചെയ്യുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്നതും ജീവിക്കുന്നതുമാണ് അടുത്ത ജനറേഷൻ വാച്ച് ചെയ്യുന്നത്. നിങ്ങൾ സുവിശേഷം ജീവിക്കുന്ന ഒരു കാറ്റഗിസം ടീച്ചറാണോ, നിങ്ങളുടെ കാറ്റഗിസം ക്ലാസ്സിലെ മക്കൾ വിശുദ്ധരാവും. പിതാവ് പറഞ്ഞ പോലെ ഒറ്റ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോകുന്നൊരു ജീവിത ശൈലിയാണോ? നിങ്ങളുടെ കാറ്റഗിസം സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ ആ വിശ്വാസ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ കഷ്ടപ്പെടും. കാരണം ദൈവം മാതാപിതാക്കളിലൂടെ മക്കളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഒരു കാറ്റഗിസം ടീച്ചർ. ആ വലിയ തിരിച്ചറിവിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഒരു കുഞ്ഞു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അമേരിക്കയിൽ
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിസിറ്റിന് പോയപ്പോൾ ന്യൂയോർക്കിൽ ന്യൂ ഹൈഡ് പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഷാലോമിൻ്റെ ഫെസ്റ്റിവൽ നടന്നു. ഞാൻ ആ ഫെസ്റ്റിവലിൽ എൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ ഒരു അപ്പച്ചൻ, ഒരു 65 വയസ്സുള്ള ഒരു അപ്പച്ചൻ ഇറങ്ങി വന്ന് എൻ്റെ കയ്യിലിങ്ങനെ മുറുക്കി പിടിക്കുകയാണ്, എൻ്റെ കയ്യിലിങ്ങനെ ഞെക്കി പിടിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ബ്രദർ എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊട്ടും സമയമില്ല, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങളുടെ വണ്ടിയൊക്കെ റെഡിയായിക്കാം, എന്നാലും പെട്ടെന്ന് പറയാം അപ്പച്ചാന്ന് പറഞ്ഞു. അപ്പച്ചൻ പറയാ, PC തോമസിൻ്റെ അടുത്ത് എൻട്രൻസിന് പോകാൻ വേണ്ടി കാറ്റീസം ക്ലാസ് കട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു അപ്പച്ചനാണ്. മകൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് കാറ്റീസം ക്ലാസ് കട്ട് ചെയ്യണ്ട, എനിക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഈ ഞായറാഴ്ചകളിലാണ്. അപ്പോൾ മോൻ പറഞ്ഞു, നീ വലിയ എൻജിനീയർ ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാശും കൊടുത്ത് ഞാൻ PC തോമസിൻ്റെ അടുത്ത് പഠിപ്പിക്കുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കുർബാനയൊക്കെ നിനക്ക് പറ്റുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലൊക്കെ കണ്ടാൽ മതി. ഇന്ന് ആ മകൻ വലിയ എൻജിനീയറാണ് അമേരിക്കയിൽ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. വലിയ എൻജിനീയറാണ്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഒറ്റ ആളും വിശ്വാസത്തിലില്ല, പള്ളിയിൽ പോവില്ല. ഈ അപ്പനെ പള്ളിയിൽ കൊണ്ടുപോകാൻ അപ്പൻ കെഞ്ചുക അപ്പൻ്റെ ഈ മക്കളുടെ അടുത്ത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പം തന്നെ എന്നെ അത് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മൾ കാറ്റീസം ടീച്ചേഴ്സ് എത്ര ആത്മാർത്ഥമായിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു മിഷൻ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ, അത്രയധികമായിട്ട് നമ്മൾ ഒരേ സമയം മാതാപിതാക്കൾ, അതിൽ കുറേ പേര് പാരൻസും ഉണ്ടാവും, എന്തുമാത്രം കാറ്റീസത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ അവരുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അത് വലിയ വലിയ ഒരു മൂലക്കല്ലായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.